നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് സ്പാർക്ക് മുഖേന എങ്ങനെ ജീവനക്കാരുടെ തൊഴിൽ നികുതി ഈടാക്കാം എന്നതിനെക്കുറിച്ചും സാലറിയോടൊപ്പം ഈടാക്കി നമ്മളുടെ ഓഫീസിലെ STSP അക്കൗണ്ടിൽ ക്രെഡിറ്റായ തൊഴിൽ നികുതി തുക ബിംസ് മുഖേന എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലോട്ട് കൈമാറാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ 2 തവണയായി പ്രൊഫഷണൽ ടാക്സ് അഥവാ തൊഴിൽ നികുതി ജീവനക്കാരിൽ നിന്നും ഈടാക്കി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒടുക്കേണ്ട ചുമതല DDOയിൽ നിക്ഷിപ്തമാണ്. 60 ദിവസത്തിൽ കൂടുതലായി ജോലി ചെയ്യുന്ന മാസവേതനക്കാരിൽ 12,000 രൂപയിൽ കുറയാത്ത അർദ്ധവാർഷിക മൊത്തം വരുമാനമുള്ള എല്ലാ ജീവനക്കാരും പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലെ ഒന്നാം പാദ തൊഴിൽ നികുതി സെപ്റ്റംബർ 30 മുമ്പായും ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ രണ്ടാം പാദ തൊഴിൽ നികുതി മാർച്ച് 31 മുമ്പായും നിർബന്ധമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അടച്ച് രസീത് വാങ്ങിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം DDO പിഴ അടയ്ക്കുവാൻ ബാധ്യസ്ഥനായി തീരുന്നതാണ്. അർദ്ധവാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ ജീവനക്കാരൻ്റെ പ്രതിമാസ അടിസ്ഥാന ശമ്പളം, സ്പെഷ്യൽ പേ, DA, ഓണം അലവൻസ്, ലീവ് സറണ്ടർ, ശമ്പള കുടിശ്ശിക തുടങ്ങിയവ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി നമുക്ക് സ്പാർക്കിലൂടെ എങ്ങനെ തൊഴിൽ നികുതി പ്രോസസ്സ് ചെയ്യാം എന്നത് നോക്കാം. ആയതിനായി നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോഗിലോ DDO ലോഗിൽ നിന്നോ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ പ്രൊഫഷൻ ടാക്സ് കാൽക്കുലേഷൻ എന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. അതിൽ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ്, അതിനോടൊപ്പം തന്നെ ബിൽ ടൈപ്പ്, നമ്മൾ ഓഫീസിൽ സാലറി പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ടുള്ള എളുപ്പത്തിനായിട്ട് ഓരോ ജീവനക്കാരെ ഓരോ ബിൽ ടൈപ്പിലായിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ഏതൊക്കെ ബിൽ ടൈപ്പിലാണോ ജീവനക്കാരെ ആഡ് ചെയ്തേക്കുന്നത് അത് ഓരോന്നായിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പം ആദ്യം എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നൊരു ബിൽ ടൈപ്പാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ തന്നെ മുകളിലൊരു പോപ്പപ്പ് മെസ്സേജ് നമുക്ക് കാണുന്നതാണ്. ഈ ഒരു ബിൽ ടൈപ്പിലുള്ള 15 ജീവനക്കാരിലും പ്രൊഫഷണൽ ടാക്സ് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വരുന്നത്. ഇത് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തതല്ല, ഒന്നാം അർദ്ധവർഷത്തെ പ്രൊഫഷണൽ ടാക്സ് പ്രോസസ്സ് ചെയ്ത് അവിടെ കിടക്കുന്നതാണ്. അത് ജസ്റ്റ് നമ്മൾ ആ ഒരു OK ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിമൂവ് എക്സിസ്റ്റിംഗ് പ്രൊഫഷണൽ ടാക്സ് എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ തൊട്ട് ആ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻക്ലൂഡ് പ്രൊഫഷൻ ടാക്സ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിലവിലെ ഫിനാൻഷ്യൽ ഇയറും അതിനൊക്കെ തന്നെ തൊട്ട് താഴെ ചൂസ് ആൻ ഓപ്ഷനിൽ നമ്മളിപ്പോൾ ഏത് അർദ്ധവാർഷികത്തെയാണോ അടയ്ക്കാൻ പോകുന്നത്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ളത്. ഫസ്റ്റ് ഓൾറെഡി അടച്ചു കഴിഞ്ഞു. നിലവിൽ നമ്മളിപ്പോൾ സെക്കൻഡ് അർദ്ധവാർഷികത്തെയാണ് അടയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു സെക്കൻഡ് ഹാഫ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ട് താഴെ ഫ്രമും ടൂവും ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നത് കാണാം. അതിനുശേഷം നമ്മൾ ആ ഒരു കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ബിൽ ടൈപ്പിലുള്ള എല്ലാ ജീവനക്കാരുടെയും പേര്, എത്ര രൂപയാണോ അവർ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കേണ്ടതെന്നത് സ്പാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ നമുക്ക് തരുന്നതാണ്. ഈ ഒരു ലിസ്റ്റ് നമ്മൾ വ്യക്തമായിട്ടും പരിശോധിക്കുക. അതിന് ശേഷമുള്ള തൊട്ട് താഴെ കാണുന്ന പ്രിൻ്റ് പ്രൊഫഷണൽ ടാക്സ് ഡിഡക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ലിസ്റ്റ് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വരുന്നത് കാണുന്നതാണ്. അതിൽ എല്ലാ ജീവനക്കാരും കൃത്യമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി പരിശോധിക്കുക. ഈ ഒരു പ്രിൻ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ഇത് നമുക്ക് നമ്മളുടെ LSTDയിൽ കൊണ്ടടയ്ക്കുമ്പം ഈ ഒരു ലിസ്റ്റ് നമുക്ക് ആവശ്യമായി വരുന്നതാണ്. നമ്മളിപ്പം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഓഫീസിലുള്ള ഓരോ ബിൽ ടൈപ്പിലും നമ്മൾ ഇതേ കണക്ക് പ്രൊഫഷണൽ ടാക്സ് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊഫഷണൽ ടാക്സ് ജീവനക്കാരൻ്റെ പ്രസൻറ്റ് സാലറിയിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ എന്നത് നോക്കുന്നതിനായിട്ട് നമ്മൾ സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദി മന്തിൽ പ്രസൻറ്റ് സാലറി എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജീവനക്കാരൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതേപോലെ തന്നെ നമ്മളുടെ എംപ്ലോയിയുടെ പേരും അവിടുന്ന് സെലക്ട് ചെയ്ത് ഗോ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജീവനക്കാരൻ്റെ പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ്. അതിൽ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ ടാക്സ് 1,250 രൂപ വന്നിട്ടുണ്ട്. അത് ഫ്രമും ടൂവും നോക്കുക. 1/1/2026 ടു 31/1/2026. ഞാനിവിടെ ജീവനക്കാരൻ്റെ ജനുവരി മാസത്തെ സാലറിയിൽ നിന്നാണ് പ്രൊഫഷണൽ ടാക്സ് ഡിഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫെബ്രുവരി മാസത്തെ സാലറിയിൽ നിന്നും കൊടുക്കാം.
ഞാൻ ഓൾറെഡി നേരത്തെ അടയ്ക്കുന്നതിനായിട്ട് നേരത്തെ ജീവനക്കാരിൽ നിന്ന് ഈടാക്കിയതാണ്. ഇത് നമ്മൾ മാർച്ച് 31 മുമ്പായിട്ട് നിർബന്ധമായിട്ടും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അടച്ച് നമ്മൾ രസീത് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ജീവനക്കാരുടെയും പ്രസൻറ്റ് സാലറി നമുക്ക് പരിശോധിക്കുന്നത് പ്രായോഗികമല്ല. ഞാനിവിടെ സാലറി പ്രോസസ്സ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അത് പ്രോസസ്സായി. ഇനി നമ്മൾ ആ ഒരു ഷെഡ്യൂൾ ബില്ലിൽ നിന്നും പ്രൊവിഷൻ ടാക്സിൻ്റെ ഷെഡ്യൂൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എല്ലാ ജീവനക്കാരും അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നിർബന്ധമായിട്ടും പരിശോധിക്കുക. ഇതിനായിട്ട് സാലറി മാറ്റേഴ്സിൽ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസിൽ മന്ത്ലി സാലറിയിൽ പേ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ തന്നെ ഓഫീസ് DDO കോഡ് ഏത് മാസത്തെ സാലറിയാണോ നമ്മളിവിടെ പ്രോസസ്സ് ചെയ്തത് അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ പ്രോസസ്സ് ചെയ്ത ബില്ലുകളൊക്കെ വരും. അതിൽ ഞാൻ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ല് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പം അതിനകത്ത് ആ ഒരു ഷെഡ്യൂൾസ് എല്ലാം വന്നിട്ടുണ്ട്. അതിൽ ആ ഒരു പ്രൊവിഷൻ ടാക്സ് ഷെഡ്യൂളിൻ്റെ വലതുവശത്തുള്ള ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ബിൽ ടൈപ്പിലുള്ള എല്ലാ ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ വ്യക്തമായി പരിശോധിക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ മേക്ക് ബില്ല് കൊടുത്തു അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് കൊടുത്തു ബില്ല് സബ്മിറ്റ് ചെയ്യാവൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. ബില്ല് സബ്മിറ്റ് ചെയ്തു. ബില്ല് പാസ്സായി. ജീവനക്കാർക്ക് സാലറി അക്കൗണ്ടിൽ കയറുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജീവനക്കാരിൽ നിന്നും ഈടാക്കിയ പ്രൊവിഷണൽ ടാക്സ് തുക നമ്മുടെ ഓഫീസിൻ്റെ പേരിലുള്ള സ്പെഷ്യൽ TSB അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. നമ്മളുടെ ഈ STSB അക്കൗണ്ടിൽ ക്രെഡിറ്റായ തുക എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് നമ്മൾ BIMS മുഖേനയാണ് ചെയ്യുന്നത്. BIMSൽ നമ്മളൊരു പ്രൊസീഡിങ്സ് തയ്യാറാക്കി നമ്മളുടെ ട്രഷറിയിൽ കൊടുത്ത് ട്രഷറിയിൽ നിന്നും ആ ഒരു ചെക്ക്, അതായത് നമ്മൾ ചെക്കാണ് പ്രൊസീഡിങ്സ് തയ്യാറാക്കി കൊടുക്കുന്നത്. അത് പാസ്സാക്കുന്ന മുറയ്ക്ക് നമ്മളുടെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലോട്ടാണോ നമ്മൾ ബെനിഫിഷ്യറിയായിട്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു അക്കൗണ്ടിലോട്ട് ഈ പൈസ പോകുന്നതാണ്. അതെങ്ങനെ ചെയ്യാം എന്നത് നമുക്ക് പരിശോധിക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം BIMSൻ്റെ ഹോം പേജിൽ വരിക. അവിടെ നമ്മളുടെ യൂസർ നെയിം പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്ത് യൂസർ റോളുണ്ട്. യൂസർ റോൾ നമ്മൾ ക്ലർക്ക് ബ്രാക്കറ്റിൽ DDO, അതായത് നമ്മൾ ക്ലറിക്കൽ ലോഗിലാണ് ഫസ്റ്റ് ലോഗിൻ ചെയ്യേണ്ടത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ കൊടുക്കുക. നമ്മൾ ഈ ഒരു BIMSൽ ചെക്ക് പ്രൊസീഡിങ്സ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ BIMSൻ്റെ ഹോം പേജ് കണ്ടു. ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു TSB എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനുണ്ട്. ആ ഒരു TSB എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു TSB അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മളുടെ ഓഫീസിൻ്റെ സ്പെഷ്യൽ TSB അക്കൗണ്ട് അവിടെ ലിസ്റ്റ് ചെയ്യുന്നത് കണ്ടു. ഇവിടെ ഞാനൊരു സ്പെഷ്യൽ TSB അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അക്കൗണ്ട് ടൈപ്പ്, അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം, ബാലൻസ് 22,500 രൂപയുണ്ട്. ഇത് പ്രൊവിഷണൽ ടാക്സ് ഇനത്തിൽ ഈടാക്കിയ തുകയാണ്. ഇപ്പം ഇവിടെ നമുക്ക് ആ ഒരു സ്പെഷ്യൽ TSB ലിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്മൾ ഇതുവരെ സ്പെഷ്യൽ TSB BIMSൽ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു മുകളിലുള്ള വ്യൂവിൻ്റെ തൊട്ടടുത്തുള്ള എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടല്ലോ, അതുവഴി നമ്മളുടെ ഓഫീസിൻ്റെ സ്പെഷ്യൽ TSB അക്കൗണ്ട് നമുക്ക് ഈ BIMSൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആ ജസ്റ്റ് ഒന്ന് കാണിക്കുക. കാര്യം ഓൾറെഡി എൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് ആ ഒരു മെനുവിൽ വരുന്നതെന്ന് കാണിച്ചു തരാം. ആ ഒരു എൻട്രി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ട് താഴെ STSB എൻട്രി എന്ന് കണ്ടു. അതിൽ അക്കൗണ്ട് ടൈപ്പ് ഒരുപാട് അക്കൗണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ഞാൻ STSB എന്നത് സെലക്ട് ചെയ്ത് ഓഫീസിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് അക്കൗണ്ട് ഹോൾഡർ നെയിം വന്നു. അതിനുശേഷം തൊട്ട് താഴെ ആക്റ്റീവ് സ്റ്റാറ്റസ് എന്നത് ഡിഫോൾട്ടായിട്ട് യെസ് ആയിരിക്കും. അത് യെസ് തന്നെ കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സേവ് ആകേണ്ടതാണ്. ഇവിടെ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു എറർ മെസ്സേജ് വന്നത്. അവിടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ DDO അഡ്മിനിൽ പോയി TSB അപ്രൂവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതുവഴി ഇത് നമുക്ക് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ TSBയിൽ ആ ഒരു സ്പെഷ്യൽ TSB അക്കൗണ്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം ഓൾറെഡി എൻ്റെ അത് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് വിശദമായിട്ട് കാണിക്കാൻ പറ്റാത്തത്. ഇനി അടുത്ത ഒരു സെക്ഷൻ എന്ന് പറഞ്ഞ് TSB അക്കൗണ്ടിൻ്റെ താഴെയുള്ള പ്രസൻറ്റ് ഡീറ്റെയിൽസ്. ഈ ഒരു പ്രസൻറ്റ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നിലവിലെ നമ്മളുടെ DDOയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഇവിടെ കറക്റ്റായിട്ട് നിലവിലെ DDOയുടെ വിവരങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ മുമ്പത്തെ DDOയുടെ ആരെയാണോ അത് അവിടെ ആക്റ്റീവ് സ്റ്റാറ്റസ് യെസ് കിടക്കുന്നത് അവരുടെ വിവരങ്ങളായിരിക്കും നമ്മളുടെ ഈ ഒരു പ്രൊസീഡിങ്സിൽ വരുന്നത്. പലപ്പോഴും പല ജീവനക്കാരും സംശയം ചോദിച്ചിട്ടുള്ളതാണ് ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന്. അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു പ്രസൻറ്റ് ഡീറ്റെയിൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും മുമ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള DDOമാരുടെ വിവരങ്ങളൊക്കെ കാണാൻ പറ്റും. വലതുവശത്ത് ആക്റ്റീവ് സ്റ്റാറ്റസ് ചിലരുടെ അതിനകത്ത് തെറ്റായിരിക്കും.
ചിലരുടെ ടിക്കായിരിക്കും. അതായത് ഒരാളുടെ മാത്രമേ അവിടെ ടിക്ക് കാണത്തുള്ളൂ. അതിനുശേഷം നമ്മൾ നോക്കിയപ്പം നിലവിലെ DDയോടെ അല്ല അവിടെ ആക്റ്റീവ് സ്റ്റാറ്റസ് യെസ് കിടക്കുന്നതെങ്കിൽ, നിലവിലെ DDയുടെ പേരിന് നേരെയല്ല ആക്റ്റീവ് സ്റ്റാറ്റസ് യെസ് കിടക്കുന്നതെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പേരായിരിക്കും നമ്മളുടെ പ്രൊസീഡിങ്സിൽ വരുന്നത്. അപ്പോൾ നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കത് മാറ്റി കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആ ഒരു വ്യൂ എൻട്രി എഡിറ്റ് അതിൽ ഏറ്റവും അവസാനമുള്ള ആ ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പം നിലവിൽ ആക്റ്റീവ് സ്റ്റാറ്റസ് ആരുടെ നേരെയാണോ ഒരു ആക്റ്റീവ് സ്റ്റാറ്റസ് ആ ഒരു പച്ച ടിക്ക് കിടക്കുന്നത് ആ വ്യക്തിയുടെ പേരായിരിക്കും നമ്മളുടെ പ്രൊസീഡിങ്സിൽ ലിസ്റ്റ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ നമ്മളുടെ മുമ്പത്തെ DD ആയിരിക്കാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട ആ ഒരു ആക്റ്റീവ് സ്റ്റാറ്റസ് നോ ആക്കണം. അപ്പം ബാക്കി ഇവിടെ ഒരു 4 DDOമാരുടെ പേരാണ് ഇവിടെ കിടക്കുന്നത്. അതിൽ ഒരു വ്യക്തിയുടെ നമ്മളുടെ മുമ്പത്തെ DDയോടെ ആക്റ്റീവ് സ്റ്റാറ്റസാണ് യെസ് കിടക്കുന്നത്. അത് നമ്മൾ ആദ്യം ആ ഒരു വലതുവശത്തുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ, അതിൽ ആ ഒരു എഡിറ്റ് ഒരു സിമ്പിൾ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആക്റ്റീവ് സ്റ്റാറ്റസ് യെസ് എന്നുള്ളത് നോ ആക്കി അപ്ഡേറ്റ് ചെയ്യുക. അപ്പം എല്ലാവരുടെയും ഇപ്പം ആക്റ്റീവ് സ്റ്റാറ്റസ് നോ ആണ്, തെറ്റാണ് വരുന്നത്. ഇനി നമ്മൾ എൻട്രി എന്ന് പറഞ്ഞ എഡിറ്റിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള എൻട്രിയിൽ വന്ന് നമ്മളുടെ നിലവിലെ DDയുടെ പേര്, ഡെസിഗ്നേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ എൻട്രി ചെയ്തിട്ട് ആക്റ്റീവ് സ്റ്റാറ്റസ് യെസ് ആണ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വരുന്നത്, അത് തന്നെ കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്രസൻറ്റ് ഡീറ്റെയിൽസ് ആഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് നമുക്കവിടെ വരുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രസൻറ്റ് ഡീറ്റെയിൽസ് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫോർവേഡഡ് ഡീറ്റെയിൽസ് എന്ന ആ ഒരു സെക്ഷനിലും നമ്മളുടെ DDയോടെ ഡെസിഗ്നേഷൻ അവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി അവിടെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. അല്ലെങ്കിൽ തെറ്റായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവിടെ ആ ഒരു എൻട്രിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു DDയോടെ ഡെസിഗ്നേഷൻ അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അത് വന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷൻ ബെനഫിഷ്യറി മാസ്റ്റർ, അതായത് നമ്മളുടെ ബെനഫിഷ്യറീസിനെ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിക്കായിരിക്കും അടയ്ക്കുന്നത്. അപ്പോൾ സെക്രട്ടറിയുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ ബെനഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് സെലക്ട് ചെയ്ത് പൈസ നമുക്ക് അടയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഓരോ തവണയും ഈ ഒരു അക്കൗണ്ട് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനായിട്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആ ഒരു ബെനഫിഷ്യറി മാസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചേക്കുന്ന ബെനഫിഷ്യറീസിൻ്റെ വിവരങ്ങളായിരിക്കും നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ നേരെ ആ ഒരു വ്യൂവിൻ്റെ വലതുവശത്തുള്ള ആ ഒരു എൻട്രി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രെഡിറ്റ് ടു എന്ന ഭാഗത്ത് അക്കൗണ്ട് ഏത് തരമാണെന്നുള്ളത് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ബാങ്ക് അക്കൗണ്ട് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, അതല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്നുള്ള ഉചിതമായ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട് നമ്പർ, അത് കണക്ക് തന്നെ IFSC വരും, നെയിം ഓഫ് ബെനിഫിഷ്യറി, മൊബൈൽ നമ്പർ, പർപ്പസ് നമ്മൾ ജസ്റ്റ് പ്രൊഫഷണൽ ടാക്സ് എന്നോ എന്തെങ്കിലും നമ്മളവിടെ എൻ്റർ ചെയ്ത് ആക്റ്റീവ് സ്റ്റാറ്റസ് യെസ് ആയിരിക്കും. അത് ടിക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് നമുക്ക് ആ ഒരു അക്കൗണ്ട് ബെനിഫിഷ്യറി നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓൾറെഡി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പ്രൊസീഡിങ്സ് തയ്യാറാക്കുക എന്നുള്ളത്. പ്രൊസീഡിങ്സ് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ നേരെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ആഡ് എഡിറ്റ് പ്രൊസീഡിങ്സ് എന്ന ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. അതിൽ നമ്മളുടെ അക്കൗണ്ട് ടൈപ്പ്, അക്കൗണ്ട് നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വന്നു. ബാലൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും വലതുവശത്തുള്ള ഒരു ആക്ഷൻ എന്ന ഭാഗത്ത് ഗോ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. അതിൽ സെലക്ട് AS എന്ന ഭാഗത്തുനിന്ന് നമ്മളുടെ ഒരു ഓഫീസിൻ്റെ പേരും നമ്മൾ എന്നാണോ ഇവിടെ പ്രൊസീഡിങ്സ് തയ്യാറാക്കുന്നത് ആ ഒരു ഡേറ്റും ആയിരിക്കും അവിടെ വരുന്നത്. അത് നമ്മൾ ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ ചെക്ക് നമ്പറുണ്ട്. നമ്മളുടെ STSBയുടെ ചെക്ക് ബുക്ക് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഉപയോഗിക്കാത്ത ആദ്യത്തെ ചെക്ക് എടുക്കുക. അതിൻ്റെ ആൽഫ കോഡ് ഒരു 2 അക്ഷരങ്ങൾ കാണും. ആൽഫ കോഡ് ടൈപ്പ് ചെയ്ത് അതിനുശേഷം ആ ഒരു ചെക്കിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. ചെക്ക് ഡേറ്റ് ഞാനിപ്പം ഇന്ന് 6/2/2026 അത് പ്രോസസ്സ് ചെയ്യുന്നത്. അത് തന്നെ ഞാൻ അവിടെ കൊടുക്കുകയാണ്. അതിന് ശേഷം തൊട്ട് താഴെയായിട്ട് പ്രൊസീഡിങ്സ് നമ്പറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്നതിന് നമ്മൾ ഓഫീസിലൊരു ഫയൽ കാണുമല്ലോ, ആ ഒരു ഫയലിൻ്റെ നമ്പർ അവിടെ കൊടുക്കുക. പ്രൊസീഡിങ്സ് ഡേറ്റും ഇന്നത്തെ ഡേറ്റ് തന്നെ അവിടെ വരും. ഞാൻ അതിനകത്തൊന്നും മാറ്റം വരുത്തുന്നില്ല. പിന്നീട് തൊട്ട് താഴെ അടുത്തൊരു ഓപ്ഷനുണ്ട്, എമൗണ്ട്. എത്ര രൂപയാണോ നമ്മൾ അടയ്ക്കാൻ പോകുന്നത് അത് ഞാനിവിടെ 22,500 രൂപയാണ്. അത് ഞാൻ അതേപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 22,500 അടിക്കുമ്പോൾ തന്നെ എമൗണ്ട് ഇൻ വേർഡ്സ് അവിടെ വരുന്നതാണ്.
പ്രസൻറ്റ് ഡീറ്റെയിൽസിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത നമ്മളുടെ DDയുടെ പേരാണ് അവിടെ വന്നത്. അത് ഞാൻ സെലക്ട് ചെയ്തു. ഡെസിഗ്നേഷനും അത് കണക്ക് ഫോർവേഡ് ഡീറ്റെയിൽസും അത് കണക്ക് സെലക്ട് ചെയ്തതിന് ശേഷം പർപ്പസ് എന്ന ഭാഗത്ത് ഞാൻ അതേഴ്സാണ് കൊടുത്തത്. ഇവിടെ പ്രൊഫഷണൽ ടാക്സ് എന്നത് പ്രത്യേക ഒരു ഓപ്ഷനായിട്ടില്ല. അതുകൊണ്ട് ഞാനവിടെ അതേഴ്സ് എന്നൊരു ഭാഗം കൊടുത്തു. പിന്നെ താഴോട്ട് വന്ന് സബ്ജക്റ്റ് തൊഴിൽ നികുതി ഒടുക്കുന്നത് സംബന്ധിച്ച് എന്ന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡിങ്സിൻ്റെ കണ്ടൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തതാണ്. പിന്നീട് ജസ്റ്റ് ഒരു അലൈൻമെൻറ്റൊക്കെ ആ ഒരു മുകളിലുള്ള ഉത്തരവ് സെൻട്രലി അലൈൻ ചെയ്തു. ബാക്കിയെല്ലാം ആ ഒരു പ്രൊസീഡിങ്സിൻ്റെ ബോഡി ജസ്റ്റ് ഒന്ന് ജസ്റ്റിഫൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ആയതിനു ശേഷം തൊട്ട് താഴെ ടു എന്ന് പറയുന്ന ഭാഗത്ത് ഏത് ട്രഷറിയാണോ നമ്മളത് ആ ഒരു ട്രഷറിയുടെ പേരും ട്രഷറി ഓഫീസർ നമ്മൾ ഏതാണോ ട്രഷറി അത് കൊടുത്ത് ഞാനിവിടെ സേവ് ചെയ്യുകയാണ്. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇനി തൊട്ട് താഴോട്ട് വന്ന് ഡിഡക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ഈ അടയ്ക്കുന്ന തുകയിൽ നിന്നും എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പം ഇപ്പം ഏതെങ്കിലും സർക്കാരിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിലോട്ട് മാറ്റുക, PWD ഡെപ്പോസിറ്റ്, ഇൻകം ടാക്സ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊന്നും ഈ ഒരു പ്രൊസീഡിങ്സിന് ബാധകമല്ലാത്തത് കൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മളതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു ലിസ്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിച്ചത്. ഇതിനകത്ത് ഈ ട്രാൻസ്ഫർ ക്രെഡിറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന AC എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോ. ഇതുവഴിയാണ് നമ്മളുടെ ഇപ്പം കോപ്പറേറ്റീവ് റിക്കവറിയൊക്കെ വരുന്ന കേസിൽ ഇപ്പോൾ 2% റിക്കവറി ഫീസ് ഒരു സർക്കാരിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിലോട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞൊരു ഓർഡർ ഉണ്ടായിരുന്നല്ലോ. അതിൽ അടയ്ക്കേണ്ടത് ഈ ഒരു ഓപ്ഷൻ ട്രാൻസ്ഫർ ക്രെഡിറ്റ് ഓഫ് ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ആ ഒരു 2% തുക അടയ്ക്കേണ്ടത്. അവിടെ ആ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെല്ലാനും കൂടെ വെച്ച് കൊടുത്താണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഈ ഒരു കണ്ടപ്പം പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്ക് പ്രൊഫഷണൽ ടാക്സിൻ്റെ കേസിൽ ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴോട്ട് വന്ന് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ നമ്മളിവിടെ നെയിം, മൊബൈൽ നമ്പർ, ക്രെഡിറ്റ് ടു IFSC അക്കൗണ്ട് നമ്പർ ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരുമായിരുന്നു. ഭാവിയിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ. കാര്യം ഓൾറെഡി നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ നേരെ പിക്ക് ലിസ്റ്റ് എന്ന് പറയുന്നതാണ് തൊട്ട് താഴെ. ആ ഒരു പിക്ക് ലിസ്റ്റിൽ വന്ന് നമ്മളുടെ ബെനിഫിഷ്യറിയെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാനവിടെ ഒരു പിക്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറീസിനെ കണ്ടു. അതിൽ ഞാൻ ആ ഒരു സെക്രട്ടറിയെ സെലക്ട് ചെയ്ത് എമൗണ്ട് എത്ര രൂപയാണോ നമ്മൾ അടയ്ക്കുന്നത് ഞാൻ ആ 22,500 രൂപ അവിടെ കൊടുത്ത് സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്ത് തൊട്ട് താഴെയുള്ള സെൻഡ് ഫോർ അപ്രൂവൽ കൊടുക്കുകയാണ്. സെൻഡ് ഫോർ അപ്രൂവൽ കൊടുത്ത് അത് പ്രൊസീഡ് കൊടുത്ത് അങ്ങനെ ഓക്കെ ചെയ്തു. ഇനി നമ്മളുടെ ആ ഒരു PDF നമ്മളുടെ ഒരു ബില്ലിൻ്റെ PDF നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. നമ്മളിപ്പം ഫോർവേഡ് ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ DDO അഡ്മിനിൽ പോയി ഇനി അത് അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ DDO അഡ്മിൻ ലോഗിനിൽ പ്രവേശിക്കണം. നമ്മളിവിടെ യൂസർ റോള് ഓഫീസറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓഫീസർ ബ്രാക്കറ്റിൽ DDO അഡ്മിനിൽ സെലക്ട് ചെയ്ത് നമ്മളുടെ ക്യാപ്ച അവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുക. നമ്മൾ മുമ്പേ കണ്ട അതേ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് DDO അഡ്മിൻ ലോഗിലും ഉള്ളത്. നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് TSBയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ TSB അക്കൗണ്ട് ആഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ DDO ലോഗിനിൽ നിന്ന് ചെയ്തിട്ട് അഡ്മിനിൽ വന്ന് അപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ഈ TSB അക്കൗണ്ട് അപ്രൂവൽ എന്ന ഭാഗത്താണത് അത് വരേണ്ടത്. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊട്ട് താഴോട്ട് വന്ന് പ്രൊസീഡിങ്സ് അപ്രൂവൽ എന്നൊരു ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട. കാര്യം നമ്മൾ ഓൾറെഡി പ്രൊസീഡിങ്സ് DDO ലോഗിൽ നിന്നും അഡ്മിൻ ലോഗിലോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൊസീഡിങ്സ് അപ്രൂവൽ എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അയച്ച ഒരു പ്രൊസീഡിങ്സിൻ്റെ വിവരങ്ങളൊക്കെ ഇവിടെ വരുന്നത് കാണാം. അതിലൊരു ആക്ഷൻ എന്ന ഭാഗത്ത് ആ ഒരു ഗോ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആ ഒരു ബില്ലിൻ്റെ വിവരങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എല്ലാം കണ്ടു. അത് നമ്മളെല്ലാം പരിശോധിച്ചു കൃത്യമായെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ DSC വെച്ച് അത് അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു റിമാർക്സിൽ നമ്മൾ അപ്രൂവ്ഡ് എന്ന് കൊടുത്തു. ഞാനിവിടെ സൈൻ ഇൻ യൂസിങ് DSC ആണ് കൊടുക്കുന്നത്. DSC ടോക്കൺ കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൊടുത്ത് നമ്മളുടെ ടോക്കൺ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് നമുക്ക് ഈ ഒരു ബില്ല് അപ്രൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ആ ഒരു പ്രിൻ്റ് സൈൻഡ് പ്രൊസീഡിങ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇതും നമ്മളുടെ ചെക്കും കൂടെ കെട്ടിയാണ് നമ്മൾ ട്രഷറിയിൽ കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് നമ്മൾ സൂക്ഷിക്കുക. ഇനി നമ്മളുടെ ഈ ഒരു ബില്ല് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്താൽ ബില്ല് ട്രഷറിയിൽ ലഭിക്കത്തുള്ളൂ. അതിനായിട്ട് നമ്മൾ ആ ഒരു TSB മെനുവിൽ തന്നെ പ്രൊസീഡിങ് സബ്മിറ്റ് എന്നൊരു മെനു ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. വലതുവശത്ത് പുതിയൊരു വിൻഡോയിൽ നമ്മളുടെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. അതിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക.
അപ്പം ആർ യു ഷുവർ വൺ ടു ഈ സബ്മിറ്റ് എന്ന് പറയുന്നൊരിത് വരും. അതിൽ നമ്മൾ ഓക്കെ കൊടുത്ത് ബില്ല് ഈ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ സബ്മിറ്റ് ചെയ്ത ബില്ല് ട്രഷറി പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രൊസീഡിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആ യൂസർ എന്ന ഭാഗത്ത് നമ്മളെ DDA കോഡ് അവിടെ വരും. ഓട്ടോമാറ്റിക്കായിട്ടൊന്നും ചെയ്യേണ്ട. അതിനുശേഷം ആ ഒരു ഗോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ ഈ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചെക്കിൻ്റെ വിവരങ്ങളും അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ നമ്മളിപ്പം ഏറ്റവും അവസാനം ചെയ്തത് 6/2/2026 ആ ഒരു പ്രൊസീഡിംഗ്സ് ഡേറ്റ് ഉള്ളതാണ്. അതിൻ്റെ ഒരു പ്രൊസീഡിംഗ് സ്റ്റാറ്റസ് പ്രോസസ്സർ എന്നാണ് കിടക്കുന്നത്. അത് ട്രഷറി പ്രോസസ്സ് ചെയ്തു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ആ ഒരു ക്രെഡിറ്റ് സ്റ്റാറ്റസ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വിവരങ്ങളൊക്കെ വരും. അതിൻ്റെ ബെനിഫിഷ്യറീസിൻ്റെ വിവരങ്ങൾ എല്ലാം വരും. അതിനകത്ത് എമൗണ്ട്, പർപ്പസ്, ക്രെഡിറ്റ് ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. 7/2 ക്രെഡിറ്റ് സ്റ്റാറ്റസ് ഡെലിവേർഡ് ആണ്. അത് നമ്മൾ ജസ്റ്റ് വലത്തോട്ട് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് നമുക്ക് UTR നമ്പരൊക്കെ കിട്ടും. അതിൻ്റെ ആ വലതുവശത്തുള്ള അക്നോളജ്മെൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഈ ഒരു അക്നോളജ്മെൻറ്റ് നമുക്ക് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് കൊടുക്കേണ്ടതാണ്. അതിൽ നമ്മളുടെ ഓഫീസിൻ്റെ കവർ ലെറ്റർ വേണം. നമ്മൾ സ്പാർക്കിൽ നിന്നും ആദ്യം ഞാൻ പറഞ്ഞൊരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ആ ഒരു ഷെഡ്യൂൾ ഈ ഒരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റും കൂടെ ചേർത്താണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് കത്ത് കൊടുക്കേണ്ടത്. പ്രൊഫഷണൽ ടാക്സ് അടച്ചു എന്നത് അറിയിച്ചുകൊണ്ടുള്ള അത് പരിശോധിച്ച് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് അവരത് പരിശോധിച്ചതിന് ശേഷം നമുക്ക് റെസിപ്റ്റ് തരുന്നതായിരിക്കും. അത് നമ്മൾ ഓഫീസിൽ സൂക്ഷിച്ച് വെക്കുക. തൊഴിൽ നികുതി സ്പാർക്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് മുതൽ അത് നമ്മുടെ TSB അക്കൗണ്ടിൽ ക്രെഡിറ്റായി അത് എങ്ങനെ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.